വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ചുരിമണലിൽ വിളഞ്ഞ മറുനാടൻ പച്ചക്കറികളുടെ പട്ടികയിലേക്ക് ക്യാരറ്റും. സർക്കാർ ഉദ്യോഗസ്ഥനും കർഷകനുമായ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 13-ാം വാർഡിൽ പൊന്നിട്ടശ്ശേരി സിജിയാണ് ചുരിമണലിൽ ക്യാരറ്റ് വിളയിച്ചത്. ഹൈറേഞ്ചുകളിലെ തണുത്ത മണ്ണിൽ വിളയുന്ന ക്യാരറ്റും കഞ്ഞിക്കുഴിയിലെ ചൂടുള്ള ചുരിമണലിൽ വിളഞ്ഞു. കാബേജും ബീട്രൂട്ടും കോളിഫ്ലവറും ഒക്കെ വിളഞ്ഞ ചുരിമണലിലെ മറുനാടൻ പച്ചക്കറികളുടെ പട്ടികയിൽ ക്യാരറ്റിന്റെ പേരും ചേർക്കപ്പെട്ടു. സർക്കാർ ഉദ്യോഗസ്ഥനും കർഷകനുമായ കഞ്ഞിക്കുഴി പൊന്നിട്ടശ്ശേരി സിജിയാണ് കരപ്പുറത്ത് ക്യാരറ്റ് വിളയിച്ചത്. മലപ്പുറത്ത് ലീഗൽ മെട്രോളജി വകുപ്പിലെ ജീവനക്കാരനായ സിജി പൂർണ്ണമായും ജൈവകൃഷിയിലൂടെയാണ് ക്യാരറ്റ് വിളയിച്ചത്. മൂന്നാറിൽ നിന്നാണ് വിത്ത് എത്തിച്ചത്. 1000-ഓളം ചുവട് ക്യാരറ്റ് കൃഷി ചെയ്തു. ചാണകമടക്കമുള്ള വളം മാത്രം ഉപയോഗിച്ച് 90 ദിവസമായപ്പോഴേക്കും ക്യാരറ്റ് വിളവെടുപ്പിന് ഭാഗമായി. വിത്തെല്ലാം വാങ്ങുന്നത് എല്ലാത്തിനും. ഇപ്പം ഞാൻ ഇത് ക്യാരറ്റ് മാത്രമല്ല ചെയ്യുന്നത്, റെഡ് ലേഡി പപ്പായ ഉണ്ട്, 10-25 ചൂടുണ്ട്, പിന്നെ വെണ്ടയുണ്ട്, തക്കാളി അങ്ങനെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് നമുക്ക് വേപ്പൻ പിണ്ണാക്ക് അതുപോലെ വളങ്ങളും ജൈവ കീടനാശിനി കിട്ടും, എല്ലാം കിട്ടും. പിന്നെ ബാങ്ക് പ്രസിഡന്റ് സന്തോഷമായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രോത്സാഹനം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. ഞാൻ മലപ്പുറത്ത് ഒരു ജോലിക്കാരനാണ്, ലീഗൽ മെട്രോളജി വർക്ക് ചെയ്യാണ്. ഒരാഴ്ച കിട്ടുന്ന സമയത്ത് ജസ്റ്റ് വരാം. ചിലപ്പോൾ ഞായറാഴ്ച ബാങ്ക് കാണത്തില്ല, എന്തെങ്കിലും വളം പഠിക്കാൻ ജസ്റ്റ് ഇട ദിവസം അവധിയൊക്കെ കിട്ടാൻ നേരത്തെ അങ്ങനെ വരുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ സിജി വീട്ടിൽ നിൽക്കാറുള്ളൂ എങ്കിലും കൃഷി പരിപാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. സിജി വീട്ടിലില്ലാത്തപ്പോൾ അമ്മ പുഷ്പവലിയും ഭാര്യ ശ്യാമയുമാണ് കൃഷിയുടെ നോക്കി നടത്തിപ്പുകാർ. പാകമായ ക്യാരറ്റുകൾ വിളവെടുത്തു തുടങ്ങി. സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും നൽകി ബാക്കി വരുന്നവ കഞ്ഞിക്കുഴി സഹകരണ ബാങ്കിന്റെ സഞ്ചരിക്കുന്ന വിപണനശാലയ്ക്ക് കൈമാറാനാണ് സിജിയുടെ തീരുമാനം. ക്യാരറ്റ് കൂടാതെ മറ്റ് പച്ചക്കറി കൃഷിയും മത്സ്യകൃഷിയും സിജി വീട്ടുവളപ്പിൽ ചെയ്തു വരുന്നുണ്ട്. കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴ ലഭിച്ചു. അടുത്ത 2 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ താപനില ഡിഗ്രി സെൽഷ്യസിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ആറന്മുള വിമാനത്താവള പദ്ധതി അടഞ്ഞ അധ്യായമായി. വ്യവസായ മേഖല പ്രഖ്യാപനവും ഓഹരിയും LDF സർക്കാർ പിൻവലിച്ചു. പന്തളം കുളനട കമ്മ്യൂണിറ്റി ഹാൾ മാലിന്യ കൂമ്പാരമാകുന്നു. കമ്മ്യൂണിറ്റി ഹാൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തിന് വ്യാഴാഴ്ച ആലപ്പുഴയിൽ തുടക്കമാകും. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KE ഇസ്മായിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്ത സമാപിക്കുന്നു.